അറിയാലോ ചക്ക. ഈ ഒരു ചക്കയുടെ ഈ ഒരു ചുളക്ക്, ഈ ചക്കച്ചുളക്ക് എത്ര പൈസ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഒരു ചക്കച്ചുളക്ക് ഇവിടെ ബാംഗ്ലൂര് 7 രൂപയാണ് കേട്ടോ. ഞാനിത് പറയാനൊരു കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നാട്ടില് ചക്ക എന്ന് വെച്ചാൽ പഴുത്തിട്ട് എല്ലാ പ്ലാവിലും ഇഷ്ടം പോലെ വരിക്കച്ചക്കയും പഴഞ്ചക്കയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ഈ ചക്കക്ക് വലിയ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവൂലേ. എന്താ വെച്ചാൽ ചക്ക നിന്ന് മടുക്കും. ചക്കേന്റെയും മാങ്ങേന്റെ ഒക്കെ സീസൺ ആവുന്ന സമയത്ത് നമ്മൾ തിന്ന് മടുക്കും എന്ന് പറയല്ലോ. പക്ഷെ ഇവിടെ ബാംഗ്ലൂർ എത്തിയിട്ട് ഈ ഒരു ചക്കച്ചുണക്ക് 7 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപാര ടേസ്റ്റ് ആണ്, നല്ല മധുരമൊക്കെ ഉണ്ട്, സൂപ്പറാണ്. പക്ഷെ എന്നാലും ഈ ഒരു ചക്കച്ചുളക്ക് 7 രൂപ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ കാരണം ഇത് മാത്രല്ല കേട്ടോ. കാരണം നമ്മളെപ്പോലുള്ള ബാംഗ്ലൂരും ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇതിന്റെയൊക്കെ വില നന്നായിട്ട് അറിയാം, ചക്കേന്റെയും മാങ്ങേന്റെ ഒക്കെ. കാരണം ഇവിടെ സീസൺ ആകുന്ന ടൈമില്ല, നാട്ടില് സീസൺ ആകുന്ന ടൈമിലാണെങ്കിലും ഇവിടെ ഒടുക്കത്തെ പൈസയാന്നേ. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് വിഷുവിന്റെ ടൈം ഒരു യൂട്യൂബറെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ചക്കേന്റെ ഉള്ളിൽ പൊട്ടാസൊക്കെ പൊട്ടിച്ച് ചക്കയൊക്കെ തെറിച്ചങ്ങ് ഇതാവുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം ഒന്ന് സ്റ്റെക്കായി കേട്ടോ. കാരണം ഞങ്ങള് ഇതൊക്കെ 7 രൂപക്കാണ് ഒരു ചക്കച്ചോള വാങ്ങുന്നതെന്ന് വിചാരിച്ച ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊന്ന് അപ്പൊ ഞാനൊരു നിമിഷം അയ്യോ ഈ ചക്ക നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് വിചാരിച്ചു പോയി കേട്ടോ. കാരണം 7 രൂപക്കാണ് ഒരു ചക്കച്ചോള വാങ്ങിക്കുന്നത്. അതായത് ചക്കയുടെ ഒരു പീസിന് 7 രൂപയാണ്. അപ്പൊ നമ്മളെ പോലത്തെവർക്കൊക്കെ ഭയങ്കര വാല്യൂ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. അപ്പൊ എങ്ങനെയാ ചക്ക തിന്നല്ലേ?